ഗായ്സ് ഇന്നിതാ മൺഡേ ജൂൺ 2 ഇങ്ങനെ കോളേജിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇഗ്നോർ മൈ ബാക്ക്ഗ്രൗണ്ട്, ഇഗ്നോർ മൈ ലുക്ക്, മോസ്റ്റ് കോൺഫിയസ്ഡ് ആയിട്ടുള്ള ഡ്രസ്, മോംസ് നൈറ്റിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് വ്ളോഗ് എടുക്കാം, ഒരു ഷോർട്സ് എടുക്കാൻ വിചാരിച്ചു. അതാണ് അപ്പം ഇന്ന് പോകാത്തതിൻ്റെ കാരണം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് ഇന്നലെ ഒരു വലിയ യാത്രയൊക്കെ പോയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റായിരുന്നു, പോകണം എന്ന് തന്നെ കരുതി, ഫസ്റ്റ് ഡേ അല്ലേന്ന് കരുതി. പക്ഷേ പോയില്ല. അപ്പം പിന്നെയാണ് ഞാൻ ആലോചിച്ചപ്പം ഈ റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ഇങ്ങനെ ആലോചിച്ചത്. ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ലൈഫിലേക്ക് വേണ്ടിയിട്ട്. കുറേ പേരിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ലൈഫിൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും പാഴാക്കാണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. ഹാർഡ് വർക്ക് വേണം, ഉറപ്പാണ്. നമ്മൾ ടൈം വേസ്റ്റ് ആക്കരുത് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേങ്കിൽ ലൈഫിൽ റെസ്റ്റ് എടുക്കുക, റീചാർജ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയായാലും ഒന്നുകിൽ ഫെയിലിയർ ഇല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ എല്ലാ റെസ്റ്റ്ലെസ്സിനും അച്ചീവ്മെൻ്റ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ എല്ലാ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള വർക്കിനും ഫെയിലർ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നില്ല. 50-50 ആണ്. ഫെയിലർ ഉണ്ടാവാം, സക്സസ് ഉണ്ടാവാം. ചിലപ്പോൾ ഫ്രണ്ട്സിൽ ജയറാമിനെ കണക്കിരിക്കേണ്ടിയൊക്കെ വരും. വർക്കിന് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുക, കുറച്ച് റീചാർജ് ചെയ്യുക. ചിലർക്ക് ഓരോ രീതിയിലായിരിക്കും ഓരോ ആൾക്കാർ റീചാർജ് ചെയ്യുന്നത്. 1 മണിക്കൂറൊക്കെ കുറച്ച് ഉറങ്ങി റീചാർജ് ആവുന്നവരുണ്ട്, വേറെ എന്തെങ്കിലും സിനിമകളൊക്കെ കണ്ട് റീചാർജ് ആവും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം അങ്ങനെ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു റീചാർജ് എന്ന് പറയുമ്പോൾ. റീചാർജ് കഴിഞ്ഞിട്ടുള്ളൊരു റീസ്റ്റാർട്ട് അടിപൊളിയായിരിക്കും. സ്റ്റഡീസൊക്കെ പറയുന്നത് അത് തന്നെയാണ്. കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്തിട്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വർക്ക് റിസൾട്ടിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കും, ആ വർക്കിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ തോട്ടും അത് തന്നെയാണ്. റെസ്റ്റ് എടുത്ത് സമയം കളയരുത് എന്നും വേറൊരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ തോട്ട് ഇതാണ്, റീചാർജ് ആൻഡ് റീസ്റ്റാർട്ട്. ടാറ്റാ ഗൈസ്.